പ്രവാസി വിദ്യാർത്ഥികളുടെ പഠന മികവിനെ ആദരിക്കാൻ മീഡിയ വൺ തുടക്കമിട്ട മബ്രൂക്ക് ഇത്തവണ UAE-യിൽ മബ്രൂക്ക് പ്ലസ് ആയിരുന്നു. ദുബായ് ഹയർ കോളേജ് ഓഫ് ടെക്നോളജിയിൽ 2 ദിവസം നീണ്ട മബ്രൂക്ക് പ്ലസിന്റെ ആഘോഷ കാഴ്ചകളാണ് ഇനി. രണ്ട് ദിവസം 2000-ലേറെ വിദ്യാർത്ഥി പ്രതിഭകൾ, 4000-ലേറെ രക്ഷിതാക്കൾ, 500-ലേറെ അധ്യാപകർ. UAE-യിലെ വിദ്യാലയങ്ങളിലെ മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കാൻ മീഡിയ വൺ ഒരുക്കിയ മബ്രൂക്ക് പ്ലസ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. UAE-യിലെ 7 എമിറേറ്റിലെയും വിദ്യാലയങ്ങളിൽ നിന്ന് 10-12 ക്ലാസുകളിൽ 90% മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് എന്ന പരിപാടിക്ക് മീഡിയ വൺ തുടക്കമിട്ടത് 3 വർഷം മുമ്പാണ്. ഇത്തവണ ആദരിക്കൽ ചടങ്ങിന് പുറമെ കുട്ടികളുടെ ബഹുമുഖ കഴിവുകൾ അവതരിപ്പിക്കാൻ വേദിയൊരുക്കുന്ന മബ്രൂക്ക് പ്ലസ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടാൻ വേദികളില്ലാത്ത പ്രവാസി വിദ്യാർത്ഥികൾക്ക് മീഡിയ വൺ ഒരുക്കിയ ഈ അവസരം ഇത്തവണയും ഏറെ പ്രശംസ പിടിച്ചുപറ്റി. And I'm so proud to be in this event. First of all, thanks to Media One for honoring all the toppers. I would really thank my parents first of all. They were really supportive. It felt really great. And ingante oru recognition kittane nalla proud aanu. It's a very proud moment for me to come in the stage and receive this medal. Very thanks to Media One, and also I love to thank my teachers and all my friends who have supported me in this journey. ரொம்ப பெருமையா இருக்கு. நம்ம பிள்ளைங்க இங்க வந்து இவ்வளவு காலம் வாங்குறாங்க கொள்றாங்க சொல்லும்போது ரொம்ப சந்தோஷமா இருக்குது. It was amazing experience. I got honored and it was overall very amazing because they treasured us. So you see, maybe before the times most of the UAE students did not get honored. So this past years I'm very lucky to be at this point. Maybe not, maybe few years back I wouldn't have gotten it. I am so pleasure to be here. വളരുന്ന ഇപ്പോഴത്തെ ജനറേഷൻ ഇത്തരം പരിപാടികളിലൂടെ അവർക്ക് കുറേ കൂടി അവരുടെ സ്കിൽ പിന്നെ എന്താ പറയുക ഷാർപ്പനാക്കാനും അതിലൂടെ ഒന്നുകൂടി അവർ നന്നായി പഠിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അവർക്ക് കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ വന്ന സമയത്ത് ഞാൻ അപ്പോഴും ആലോചിക്കുക എന്തുകൊണ്ട് ഇത് മീഡിയ വൺ നേരത്തെ തുടങ്ങിയില്ല എന്നുള്ളത്. ബിക്കോസ് ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. ഞാനിവിടെ സ്കൂളിലൊക്കെ പോയ സമയത്ത് സ്കൂൾ ലെവലിൽ അപ്രിസിയേഷൻ അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് ഒരു ടീം ഒന്നും വന്ന് നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു മീഡിയ വൺ ഫോർ ഡൂയിങ് സച്ച് എ ഗുഡ് ജോബ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഈ ഒരു റീജിയനിൽ കൊടുക്കുന്നത് ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കാം. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇനിയും നിങ്ങൾക്ക് കുറെ കൂടെ ഗംഭീരമാക്കാൻ സാധിക്കട്ടെ. താങ്ക് യു മീഡിയ വൺ to arrange such a beautiful event, Mabruk Plus. Castro ഇതിന്റെ കൂടെ ഭാഗമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. I have seen that students are not getting appreciated so much like they are getting appreciated in India. So it's a great initiative by Media One, Mabruk Plus. That's why we joined hand with Media One for this incredible program. സ്മാർട്ട് സിറ്റി മുൻ CEO അബ്ദുൽ ലത്തീഫ് അൽമുല്ലയാണ് ഇത്തവണ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിന് തുടക്കം കുറിച്ചത്. 2 ദിവസങ്ങളിലായി മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിൽ മാത്രം 1500-ലേറെ കുട്ടികൾ പഠന മികവിന്റെ മെഡലും സർട്ടിഫിക്കറ്റുകളും ഏറ്റുവാങ്ങി. ഇതിനു പുറമെയാണ് ഗ്രാൻഡ് ക്യൂസിലും ചെസ്സിലും മാറ്റുരച്ച വിദ്യാർത്ഥികൾ മബ്രൂക്ക് പ്ലസിന്റെ വേദിയിൽ ആദരിക്കപ്പെട്ടത്. ആദ്യ ദിനം നടന്ന ഗ്രാൻഡ് ക്യൂസ് മത്സരത്തിന്റെ ജൂനിയർ വിഭാഗത്തിൽ അർഷിത അനൂപ് ഡാൻ അലൻ ടീം ജേതാക്കളായി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ബ്രൈറ്റ് റൈഡർ സ്കൂൾ അബുദാബി. അബുദാബി. നിങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണോ? അല്ല, നിങ്ങൾ വെവ്വേറെ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഞാൻ മോഡൽ പ്രൈവറ്റ് സ്കൂൾ അബുദാബി.
ഓക്കെ, നിങ്ങളിപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് എത്ര മത്സരങ്ങളിൽ ഇതേപോലെ പങ്കെടുത്തിട്ടുണ്ട്? Just 1 or 2. Yeah. അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ നല്ലൊരു കോമ്പിനേഷനാണ്. ബൂറിഷ് റവാസ് റഷ്ദാൻ ടീം ക്വിസിൽ രണ്ടാമതെത്തി. ഏബിൾ പി സിബിക്കാണ് മൂന്നാം സ്ഥാനം. ചെസ് മത്സരത്തിൽ സിറിയൻ വിദ്യാർത്ഥികളാണ് തിളങ്ങിയത്. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് സീനിയർ വിഭാഗം ചെസ്സിൽ സിറിയൻ വിദ്യാർത്ഥി ലൈസ് മുൽഹാം ഒന്നാമതെത്തി. തൃശൂർ സ്വദേശി സംപ്രീത് സുധീർ രണ്ടാമതെത്തി. ടോം മാത്യു മൂന്നാം സ്ഥാനം നേടി. Played against we were like playing knockout tournament, so last game I won and I won the tournament. Like it was only us up to me and him. So overall it was a wonderful experience. I'm thanking Media One, Mabruk Plus for hosting this tournament and for giving chess enthusiasts like me a wonderful platform. ജൂനിയർ വിഭാഗത്തിലും സിറിയൻ വിദ്യാർത്ഥികൾക്കായിരുന്നു ആധിപത്യം. വിസാൻ അൽ ഷമിയും ഒസാമ അൽ ഷമിയും 1-2 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. കൃഷ്ണീൽ പ്രസന്നയ്ക്കാണ് മൂന്നാം സ്ഥാനം. സബ് ജൂനിയർ വിഭാഗത്തിൽ മധ്യപ്രദേശ് സ്വദേശി ഇവാൻ ജദോൻ ചാമ്പ്യനായി. അർജുൻ പ്രസന്ന രണ്ടാം സ്ഥാനവും മുഹമ്മദ് അർഹാം മൂന്നാം സ്ഥാനവും നേടി. It was like good. It was tough. The last round was it had 2 tie breaks. It was very tough, and the other ones were also good. And what's your ambition? My ambition is to become youngest world champion. രണ്ടാം ദിവസം നടന്ന ഗ്രാൻഡ് ക്വിസ് മത്സരം സീനിയർ വിഭാഗത്തിൽ ഷാർജ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ ആദിത്യ അനുഷ് ഗോകുൽ പ്രസാദ് ടീം ചാമ്പ്യൻ പട്ടം നേടി. അശ്വിൻ കൃഷ്ണകുമാർ അദിത് വിജു ടീം രണ്ടാം സ്ഥാനത്തെത്തി. അമിത് കൃഷ്ണ, പാഷ്വി ദേശായി എന്നിവർ മൂന്നാം സ്ഥാനം നേടി. പിന്നെ ഞങ്ങൾ ഇൻക്യൂസിറ്റീവ് ക്ലബിൻ്റെ ആൾക്കാരാണ്. അപ്പം ഇൻക്യൂസിറ്റീവ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും പിന്നെ മെമ്പറുമാണ് ഗോകുൽ. അപ്പം അതുവഴിയുള്ള കണക്ഷൻ. காம்படிஷன் ஆப்வியஸ்லி இது ரொம்ப பெரிய குவிஸு, ஸோ காம்படிஷன் டஃப்பாக இருந்துச்சு. பட் இன் தி எண்ட் இட் வாஸ் வெரி குட். கொஷின்ஸ் நல்லா எடுத்திருந்தாங்க, நல்லா ரீசர்ச் பண்ணி எடுத்திருக்காங்க, ரொம்ப இன்ஃபர்மேட்டிவாக இருந்துச்சு. ஸோ ஃபர்ஸ்ட் டைம்லேருந்து வந்தால் கூட வந்து அட்டெம்ப்ட் பண்ணுற மாதிரி தான் இருந்துச்சு. വിവിധ മേഖലയിലെ വ്യത്യസ്തരായ പ്രതിഭകൾക്ക് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സംഘടിപ്പിച്ച സ്റ്റാർ കിഡ്സ് ആയിരുന്നു മബ്രൂക്ക് പ്ലസിനെ ഏറെ കളറാക്കിയത്. നിമിഷ നേരം കൊണ്ട് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന കുഞ്ഞൻ പ്രതിഭകൾ, നിറങ്ങളുടെ വ്യത്യസ്തമായ ലോകം തീർക്കുന്ന കൊച്ചു ചിത്രകാരികൾ, പരിമിതികളെ അതിജീവിച്ചും സംഗീതത്തിലും കലയിലും തിളങ്ങുന്ന കുട്ടികളും സ്റ്റാർ കിഡ്സ് വേദിയെ സമ്പന്നമാക്കി. ഇവർക്ക് മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൊച്ചു കലാകാരന്മാർ മാറ്റുരച്ച ലിറ്റിൽ പിക്കാസോ സീനിയർ വിഭാഗത്തിൽ താനിഷ് ഷിലീബ് ഒന്നാം സ്ഥാനം നേടി. എൽന റോബിൻ ജോർജ് രണ്ടാം സ്ഥാനവും സാൻവി അജേഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ ഷൽസ മറിയം ഒന്നാം സ്ഥാനം നേടി. സയ്യിദത്ത് ദുആ മറിയം രണ്ടാം സ്ഥാനവും അതിഥി ശ്യാം നായർ മൂന്നാം സ്ഥാനവും നേടി. മബ്രൂക്ക് പ്ലസിന്റെ വിദ്യാർത്ഥി സംഗമവും അധ്യാപക സംഗമവും കൈകാര്യം ചെയ്ത പ്രമുഖ സൈക്കോളജിസ്റ്റും എഴുത്തുകാരിയുമായ ആരതി രാജരത്നം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മനസ്സിനെ ഒരുപോലെ കീഴടക്കി. നാളെയുടെ പ്രതിഭകളെയും നേതാക്കളെയും നേരത്തെ കണ്ടെത്തി അവർക്ക് പ്രചോദനത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും ദിശാബോധം നൽകുന്നതായിരുന്നു ദുബൈ ഹയർ കോളേജ് ഓഫ് ടെക്നോളജിയിൽ 2 ദിവസം നീണ്ട മീഡിയ വൺ മബ്രൂക്ക് പ്ലസ്.